வாழ்க்கை போகுதே மூஞ்சியே மூஞ்சியே மூஞ்சி 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 மூஞ்சுதே എപ്പിടേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. നന്ദി കാണിച്ചവരടുത്ത് നന്ദി കേടും മെയിൻ ഹൈലൈറ്റ് സാധനമാണ്. ആദ്യം തന്നെ നമ്മുടെ ബിഷപ്പിനോടും പിന്നെ നമ്മുടെ ഫിറോസിക്കയോടും മറുനാടനോടും ഇപ്പം മുടി വെച്ചു കൊടുത്ത ആ ബ്യൂട്ടീഷ്യൻ ചേച്ചിയുടെ അടുത്തും കാണിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നന്ദി കേടും. ഞാനിത് പ്രഡിക്റ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമുക്കെല്ലാം വിശദമായിട്ടൊന്ന് നോക്കിയല്ലോ. നോക്കാം. ആ ചേച്ചിയും പ്രതികരിക്കുന്നുണ്ട്. ചേച്ചിയുടെ പ്രതികരണം കേട്ടപ്പോ എനിക്ക് കരയണോ പൊട്ടി പൊട്ടി കരയണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കണ്ടു നോക്കാം. ആദ്യം ഇത് എവിടെ നിന്നാണ് ഈ തുടക്കം വിടുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അനുമോളുമായിട്ടുള്ളൊരു ചർച്ചയിലാണ്. കൊലാബ് അനുമോള് പറയുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും തുടങ്ങിയതാണ് ഇന്ന് ഇവിടെ നിൽക്കുന്ന സുഹൃത്തുക്കളെ. കാണാം 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 കാണാം. തലയിൽ എങ്ങനെ ഫിറ്റ് ചെയ്തേക്കണേ? ഓ മറ്റേ ജെയ്സ് എന്തോടെ പേര് ജിസ്സിൽ ചെയ്തിക്കും പോലെ. അപ്പൊ കൊറേ ടൈം എടുക്കുമല്ലോ ചേച്ചി? 5 മണിക്കൂർ എടുത്തടി. 5 മണിക്കൂർ എടുത്തിട്ടാണ് ആ ടീം ഇവർക്ക് ഈ മുടി സെറ്റ് ചെയ്ത് കൊടുത്തത്. ഏത് ടീം? ഏതോ ഒരു ടീം ഇവർക്ക് മുടി സെറ്റ് ചെയ്ത് കൊടുത്തത്. അത്രയും കഷ്ടപ്പാടിലാണ്. ഏതാണ്ട് ഇവള് തന്നെ പറയുന്നുണ്ട് 10-50,000 രൂപയോളം വരുന്ന പരിപാടിയാണ് കൊലാബാണ് ചെയ്തു കൊടുത്തത്. അതായത് ഓസിന് ചെയ്തു കൊടുത്തെന്നാണ് ഇവള് പറയുന്നത്. എന്തായാലും ഇവൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്, ഇത്രയല്ല ഇനി പറയാൻ പോകുന്നതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് ചെയ്തു കൊടുത്ത ടീം ഉറപ്പായിട്ട് രംഗത്തൊന്ന് പറയണം. ഇത് പൈസയ്ക്ക് ചെയ്തു കൊടുത്തതാണോ അതോ നിങ്ങൾ നന്മപരമായിട്ട് ചെയ്തു കൊടുത്തതാണോ എന്ന് ഉറപ്പായിട്ടും നിങ്ങൾ രംഗത്തൊന്ന് പറയണം. പ്രതീക്ഷിക്കുക. ഏട്ടൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ കൈവിടാതെ തകർക്കാതെ നിങ്ങൾ രംഗത്ത് വരിക. എന്തായാലും ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു. എന്നിട്ട് അനുമോളൂടെ ചോദിക്കുന്നുണ്ട്, ഇത് എത്ര രൂപ? ഇത് കൊലാബ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം അനുമോൾ അതിനെ കളത്തിക്കൊണ്ട് അവിടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ ഞാൻ അത് വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി നന്ദി കാണിച്ചവരുത്ത് നന്ദി കേട് കാണിച്ച് ശീലമുള്ള ഇവര് നിങ്ങളെയും കുറ്റം പറയും. വലിച്ചടേ, ഞാൻ പറഞ്ഞത് അതുപോലെ വലിച്ച് കാണണോ? കാണിച്ചു തരാം. ഇങ്ങനെ വന്നോണ്ടിരിക്കുക ചെറിയ ചെറിയ കഷ്ണമായിട്ട് എല്ലാവരും പേനായിരിക്കും. എല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടോ? ഈ സാധനം കണ്ടോ? ഈ സാധനം കണ്ടോ? എല്ലാരും എനിക്ക് പേനാണ്. എന്തെല്ലാം കഷ്ണമായിട്ട് ഇങ്ങനെ പോന്നോണ്ടിരിക്കുകയാണെന്ന്. റോമ അല്ലേ, റൂമേ ചെയ്തു കൊടുത്ത ചേച്ചിമാർക്ക് സമാധാനമില്ലേ? ഇതാണ് പറയുന്ന ഞാൻ പണ്ടായിക്ക് അട്ടയെ പിടിച്ച് മെത്തേ കിടത്താൻ നിൽക്കില്ല. അത് കിടക്കത്തില്ല. അത് ചാണകത്തിലേ പോയി കിടക്കത്തുള്ളൂ. ഞാൻ പണ്ടേ പ്രഡിക്ട് ചെയ്ത് പറഞ്ഞതാണ്. വിശ്വാസമില്ലേ? കേൾപ്പിച്ചേരാ. ഓക്കെ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ ആലോചിച്ചത്, എന്റെ മനസ്സിൽ ആദ്യം ഓടി വന്നത് ഫിറോസിക്കയും ബിഷപ്പും മറുനാടനുമായിരുന്നു. നന്ദി കാണിച്ചവരെടുത്ത് നന്ദികേട് കാണിച്ച് ചരിത്രമേ രേണുസുതിക്കും ഫാമിലിക്കും ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, 2 മുടിയെങ്ങാണ്ട് തലേന്ന് കൊഴിഞ്ഞു പോയിരുന്നെങ്കിൽ, മേ ബി അനുമോൾ അവിടെ വെച്ച് പിടിച്ച് വലിച്ച സമയത്ത് 2 മുടിയെങ്കിലും ഇളകി വീഴുന്നിരുന്നെങ്കിൽ, എന്റെ പൊന്നളിയ റോമ ഹെയർ കെയർ അല്ലേ, റോമ ഹെയർ കെയറിന്റെ അവസ്ഥ വളരെ പരിതാപകരമാവുമായിരുന്നു. നിങ്ങളെ വലിച്ചു കയറിച്ച് അവർ ഒട്ടിച്ചേന്. അത് അവര് മുടി വെച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ മിക്കവാറും ഇളകി പോകുന്നു കേട്ടോ. അനുമോളെ അതങ്ങനെയാണ് കേട്ടോ. അവന്മാരുടെ മുടി വയ്പ് അത്ര ശരിയില്ല കേട്ടാ. നീ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടാ. അല്ലാണ്ട് ഞാൻ അവരെ കരിവാരിത്തേക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നീ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു അവരെ മുടി വയ്പ്പൊന്നും അത്ര ശരിയില്ല. നീ വയ്ക്കാണ് വേറെ എവിടെയെങ്കിലും പോയി വൈ കേട്ടാ. അവര് വയ്ക്കുന്നത് ശരിയല്ല എന്ന് പറയും. ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ചരിത്രം അങ്ങനെയാണല്ലോ. ഇത് 3 ദിവസം മുന്നേ ഞാൻ ഇട്ട വീഡിയോ ആണ്. ഞാൻ പ്രഡിക്ട് ചെയ്തിട്ടാണ് സത്യം, സീരിയസ്ലി. അങ്ങനെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് അവരെ കുറ്റം പറയുന്നില്ല വീഡിയോ. ആ വീഡിയോ എനിക്കൊരാളെ അയച്ചു തന്നിട്ട് എനിക്ക് അതിനൊരു റിപ്ലൈ മെസ്സേജും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആയല്ലോ, ഇപ്പൊ മുടി വെച്ചു കൊടുത്തതിനും കുഴപ്പമാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഞാനൊരു സംഭവമാ അല്ലേ. എല്ലാരും ഒന്ന് കൈയടിക്കാം. കൈയടിക്ക്. ഞാനൊരു സംഭവം നേരത്തെ പ്രഡിക്ട് ചെയ്ത് പറഞ്ഞതാ. നന്ദി ചെയ്തവരടുത്ത് നന്ദികേട് കാണിച്ചാണല്ലോ ശീലം. അതുകൊണ്ട് നമ്മുടെ പ്രഡിക്ഷൻസ് തെറ്റാറില്ല. എനിക്ക് പയ്യെ ഞാനൊരു സംഭവം തന്നെ. ഞാൻ ആരായിട്ടോ. എന്തായാലും നന്ദികേട് കണ്ടിന്യൂ. ഇവരെല്ലാം ഇങ്ങനെ എടുത്ത് ഇപ്പൊ അവളും എടുത്താണ്ട് തന്നെ. ഇത് കണ്ടോ? ഞാൻ ഇപ്പൊ ചെന്ന് നോക്കുമ്പോ ഇതെല്ലാം ഇളകുന്നത് കണ്ടോ? ഇതെല്ലാം അളവൊന്നും കണ്ടോ? എന്റെ പൊന്നു ചാച്ചി വച്ചു കൊടുത്തപ്പോ എന്താ പറഞ്ഞ? സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരു സ്ത്രീ, ഞങ്ങൾക്ക് സഹിച്ചില്ല, ഞങ്ങൾ അങ്ങനെ വച്ചു കൊടുത്തതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇതല്ലേ ഞാൻ കലാകാലമായിട്ട് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്ന. നിങ്ങൾക്കിത് വേണം. ഉള്ള കാര്യം പറ, ഇത് വേണം. എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, അമ്പ വില്ലും
സൈബർ അറ്റാക്ക് നേരിടുന്ന സ്ത്രീയെ സഹായിക്കാൻ പോയതാ. ചേച്ചി പറഞ്ഞത് ഞാൻ കൊടുക്കാം. എനിക്കെല്ലാം കൂടി കണ്ടപ്പോ ചിരി വന്നേ. ഉള്ളളകുവാ കെയർ ചെയ്യുന്നില്ല നന്നായിട്ട്. ഇത് കണ്ടത് ഇവിടെ എല്ലാം ഉണ്ട്. ഇത് എങ്ങനെ കെയർ ചെയ്യണ്ടേ? ഉള്ളളവുക ഇവിടെ നിന്ന് കെയർ ചെയ്യുന്നില്ല, പക്ഷെ ഫുള്ള് ഇളവുന്ന. ഞാൻ കെയർ ചെയ്തില്ലെങ്കിൽ അത് ഇളവുക, ഇളവുന്നു. എന്തുവാ രേണു ഇത്? നിനക്ക് ഓസിന് വെച്ച് തന്നല്ലേ? അപ്പൊ പറയും ഓസിന് വെച്ച് തന്നാ നേരെ വെച്ചേരണ്ടായിരുന്നു. നിനക്ക് വെച്ച് തന്ന എല്ലാത്തിലും കുഴപ്പമാണല്ലോ. അവിടെ മതിലിലും കുഴപ്പം, വസ്തുവിലും കുഴപ്പം, വീട്ടിലും കുഴപ്പം, ഇപ്പൊ മുടിയിലും കുഴപ്പം. എന്തുവാടേ നിനക്ക് മാത്രം വെച്ചിരുമ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ? അത് ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. ഒരു ആള് വച്ച് തന്നു, ഓസിനാണ് വച്ച് തന്നെ എന്ന് വെച്ചിട്ട് അതിനൊരു വിലയും കൊടുക്കാതെ അവര് പറയുന്ന പോലെ കെയർ ചെയ്യാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. വീടിന്റെ കേസിൽ ഇതുപോലെ തന്നെയാണ്. ആ വീടിനെ ഒരു രീതിയിലും സൂക്ഷിക്കാതെ വൃത്തിയാക്കാതെ നടന്ന ആ വീട്ടില് അവസാനം തൊലഞ്ഞു. എന്നിട്ട് മറ്റേ വച്ചു കൊടുത്തവന്റെ നെഞ്ചത്ത് അടിച്ചു വെച്ചു കൊടുത്തു. ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവർ ഇൻഡയറക്ട്ലി ഇവിടെ ചെയ്യുന്നത് എന്താ? ഇവര് കുറ്റമായി വച്ചു കൊടുത്തതിനെ പറയുന്നത്. ഇത് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇവര് പറയുന്നുണ്ടായിരുന്നു ഇത് കൊളാബാണെന്ന്. അപ്പൊ ഇത് ആരാ വച്ചു കൊടുത്തത്? കൊളാബാണ്, ഓസിന് വെച്ചു കൊടുത്തത്, എല്ലാം പുറത്തു വരും. അങ്ങനെ വരുന്ന സ്ഥിതിക്ക് ഈ വച്ചു കൊടുത്ത ടീമിന് തന്നെയാണ് നാണക്കേടായിട്ട് വരുന്നത്. എല്ലാം ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ പിടിയിട്ടില്ല. ഇതാണ് അട്ടയെ പിടിച്ച് എവിടെ കിടത്തണം? ചെളിക്കുഴി കിടത്തണം, മെത്തയിൽ കിടത്താൻ നിൽക്കരുത്. അത് നന്നായിട്ട് കെയർ ചെയ്യുന്നോടി. നമ്മൾ ഷാമ്പു ഉണ്ട്, അതിന്റെ ഒരു കട്ടി കുറഞ്ഞ ഷാമ്പു ഇടണം. ഷാമ്പു ഇട്ടിട്ട് രാത്രി നന്നായിട്ട് പിന്നെ ഇങ്ങനെ കെട്ടി വെക്കണം. ഭയങ്കര കെയറിങ് ചെയ്യേണ്ട സാധനമാണ്. കണ്ടില്ല അവളുടെ ഇതൊക്കെ ഉണ്ടെന്നു, അതാ മുഴുവൻ പോവായിരിക്കും. കെയറിങ്ങൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതങ്ങ് പോവും. ഞാനൊന്നും പറയുന്നില്ല. വച്ചുകൊടുത്ത ചേച്ചി അവിടെ കാണുന്നുണ്ടാ? നമ്മളൊക്കെ നേരത്തെ കാലത്തിന് മുന്നേ പറയുന്നതാ. നമ്മളെല്ലാം പറയുമ്പം പറയും നിങ്ങളൊക്കെ പോലെയുള്ള ഒരു സൈബർ അറ്റാക്കാണ്. തനി കൊണങ്ങൾ അറിഞ്ഞിട്ടാ പറയുന്നത്. സൈബർ അറ്റാക്ക് അല്ല. ഇതൊക്കെ അവിടെ എത്തിയതേ അത്ഭുതം. അവിടെ എന്തിനെടുത്തെന്നാണ് എനിക്കിതുവരെ പിടികിട്ടാത്തത്. ഞാനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ പറയും സൈബർ അറ്റാക്ക്. എന്താണ് സൈബർ അറ്റാക്ക്? എനിക്കിതിനെയൊക്കെ സൈബർ അറ്റാക്ക് ചെയ്തിട്ട് വല്ലതും കിട്ടാണ്ട ഒരു കാര്യവുമില്ല, ഒരു ഗുണവുമില്ല. ഇത് എന്തുകൊണ്ട് പറയുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളത്തനം കപടവുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രം. ഇവരെല്ലാം നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും, വേം പോലെ ഇരിക്കും. ഇങ്ങനെ പെറുക്കിയൊക്കെ തരുന്നുണ്ട്. എടുത്ത് നോക്കുമ്പോൾ ഈ സാധനം ചെയ്യണം. കറുത്ത കണ്ടോ? എന്നാ ശരിയല്ല, ഞാൻ തരുന്ന ചോദിക്കുന്നത്. വളരെ ലാഘവത്തോടെ നൈസായിട്ട് വച്ചു കൊടുത്ത അവന്റെ അണ്ണാക്കി കൊടുത്തിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. കണ്ടല്ലോ. ഇനി പാവം വച്ചു കൊടുത്ത ചേച്ചി വച്ചു കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണണം. നിങ്ങൾ റിപ്പീറ്റിൽ ഒന്നുകൂടെ കണ്ടേക്ക്. രേണു ചേച്ചിനെ മേക്ക് ഓവർ ചെയ്തിട്ട് രേണുവിന് നമ്മൾ കൊടുത്തിരിക്കുന്ന മേക്ക് ഓവർ ശരിക്കും ഫസ്റ്റ് മൈക്രോ ബ്ലേഡിംഗ് ചെയ്തത്. മൈക്രോ ബ്ലേഡിംഗ് ചെയ്ത് ഐബ്രോസ് നമ്മളൊന്ന് ഷാർപ്പൻ ചെയ്ത് ഐബ്രോസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പകുതി മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ടോ ഒരാളുടെ. അതിനുശേഷം നമ്മൾ സ്കിൻ വൈറ്റനിങ് ആണ്. സ്കിൻ വൈറ്റനിങ്ങിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തു. ഇതിനുശേഷം നമ്മൾ 2 ദിവസം മുന്നേ നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 സർവീസ് മാത്രമാണ് നമ്മൾ ഇത് രേണുവിന് കൊടുത്തിരിക്കുന്നത്. ഇത്രയും സർവീസുകൾ ആണ് രേണുവിന് കൊടുത്തിട്ടുള്ളതെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഈ സർവീസിനെയാണ് വലിച്ചു പോയത് കാണിച്ചിട്ട് ഇതൊക്കെ 2-3 കൊച്ചുകളായി പോകുന്നുണ്ട്, ഇതൊക്കെ ഭയങ്കര കെയർ കൊടുക്കണോടെ, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പ് കേസുകളാ എന്നുള്ള രീതിയിലാണ് ഇവർക്ക് അണ്ണാക്കി കൊടുത്തിട്ട് പോകുന്നത്. സത്യം സീരിയസ്ലി പറയാം. നിങ്ങൾ എന്നെ ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാണ്ട് ഞാനിനിയിപ്പോ കൂടുതലൊന്നും പറയുന്നില്ല. ചേച്ചിക്ക് സന്തോഷമായില്ല ചെയ്തു കൊടുത്ത ചേച്ചിക്ക്. സൈബർ അറ്റാക്ക് കണ്ടും കൊണ്ട് സഹായിക്ക് ഇറങ്ങി തിരിച്ച് കൊളാബടിച്ച് തന്ന്, നല്ലപോലെ കൊളാബടിച്ച് തന്ന്. ഇതിപ്പോ എങ്ങനെയാണ് രേണു ചേച്ചിനെ കോൺടാക്ട് ചെയ്തത്? ഇല്ല, രേണുവിനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന റീസൺ ഒന്നാമത് ഈ രേണുവിനെ പോലെ ഈ ജീവിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്ത് ശരിക്കും എല്ലാവരും പറയുന്നത് മറ്റുള്ള പല ജോലികളും ചെയ്തു. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്യുന്നത്. ആ ജോലിയിൽ അവർ മുന്നോട്ട് വരുമ്പോൾ അവരുടെ ഒരു ഡിഫക്റ്റിനെയൊക്കെ വെച്ചിട്ട് മറ്റുള്ള പ്രത്യേകിച്ച് ബോഡി ഷേവിംഗ് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ കുട്ടിക്ക് ഒരു ചെറിയൊരു മേക്കോർ എന്നെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബാബുവിന്റെ വൈഫ് മഞ്ജുവിനെ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് രേണുവിന് ഒരു മേക്കോർ കൊടുക്കാം, ഞങ്ങൾ റെഡിയാകുന്നത്. അങ്ങനെ നമ്മൾ ചെയ്താണ്. പക്ഷെ നല്ല രീതിയിൽ അത് സക്സസ് ആയി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. രേണു ഭയങ്കര ഹാപ്പി. രേണു ഒന്നുകൂടെ കോൺഫിഡൻസ് അവർ കൂടി വിളിക്കായിരിക്കും. അപ്പൊ ഇതുപോലെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പൊരുതി മുന്നോട്ട് വരുന്ന സ്ത്രീകളെ ഈ ഒരു ബോഡി ഷേവിംഗ് പറഞ്ഞ് ആരും പുറകോട്ട് നിർത്താൻ നോക്കണ്ട. ഞങ്ങൾ കൂടുതൽ ഒരു മേക്കോർ ചെയ്ത് റെഡിയാക്കുന്നതായിരിക്കും. ചേച്ചിയുടെ മോട്ടിവേഷൻ കൊള്ളാം, പക്ഷെ ആള് മാറിപ്പോയി. ഇത് വേലി കിടന്ന് പമ്പിനെടുത്ത് തോളി വെച്ചോണ്ട് പോയ അവസ്ഥയാണ് ചേച്ചിക്ക് ഉണ്ടായിട്ടുള്ള. അനുഭവിക്കും. ഇനി എനിക്ക് കൂടുതലൊന്നും പറയില്ല. അനുഭവിക്കും. വരുത്തി വെച്ചതാ, ഇതൊക്കെ വരുത്തി വെച്ചതാ. ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ പറ ചേച്ചി. മെയിനായിട്ട് ഞാൻ രേണുവിന്റെ ഒരു നെഗറ്റീവ് കുറെ കമന്റ്സ് തന്നെ വായിച്ചപ്പോൾ ഉണ്ടായ ഒരു വിഷമത്തിന് പുറത്ത് ഞാൻ എടുത്തൊരു കൊളാബാണ് ശരിക്കും രേണു. കൊളാബെന്ന് പറയാൻ ഒരു മേക്കോറിനെ അറിഞ്ഞു കൊടുത്തതാണ്. രേണുവിന് നെഗറ്റീവ് കമന്റ് വന്നപ്പോഴല്ലേ ചേച്ചിക്ക് വിഷമമായത്. ഇനി ചേച്ചിക്ക് വിഷമമൊന്നുമില്ലല്ലോ. ചേച്ചിക്ക് തന്നെ തന്നല്ല സൂപ്പറായിട്ട്. ആയുഷ്മാൻ ഭവ, ആനന്ദിക്കൂ, ആഹ്ലാദിപ്പിൻ, കൈകൊട്ടു, ചിരിക്കുവിൻ. ഞാൻ എന്ത് പറയാനാ ചേച്ചി? ഇതൊക്കെ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. മത്താൻ കുത്തിയാൽ എന്ത് മുളകില്ല? കുമ്പളം മുളകില്ല. ഇത് ആരുടെ മകളാ? തങ്കഞ്ചേട്ടന്റെ മകളാ. ഇയാരുടെ തങ്കച്ചേട്ടൻ? തനിക്കെന്താ തനിക്കെന്താ തനിക്കെന്താ? ഇതാണ് തങ്കഞ്ചേട്ടൻ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല.
കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യും. ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇനി വേറെ ആരെങ്കിലും ഒക്കെ സഹായിച്ചവരുണ്ടോ? ലിസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും കിട്ടും. നോക്കിയിരുന്നോ വരി വരിയായിട്ട് കിട്ടും. ആരൊക്കെ എന്തൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് പറ്റുവാണെങ്കിൽ ലിസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യും. സഹായിച്ചവർ മുന്നോട്ട് വരും സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. വെയിറ്റ് ചെയ്തിരുന്നോ? ഞാനാ പറയുന്നത്. ഞാൻ പ്രൊഡിക്ട് ചെയ്ത് 3 ദിവസം മുന്നേ പറഞ്ഞതാ. ഇപ്പൊ കിട്ടും കിട്ടി. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.